പിന്നീട് അവർക്ക് ശേഷമുള്ള 2 തലമുറ അഥവാ ആദ്യത്തെ 3 തലമുറ, ഈ തലമുറയായിരിക്കണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അവരിൽ നിന്നാണ് ഖുർആനും ഹദീസും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം, എന്നാൽ നിങ്ങൾ ഭിന്നിക്കൂല. എല്ലാ കാര്യവും അവരിലേക്ക് മടക്കിയാൽ, സഹാബാക്കളിലേക്ക്, താബിഈങ്ങളിലേക്ക്, നമ്മുടെ സലഫുകളിലേക്ക് മടക്കിയാൽ ഈ മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കൂല. അതിനുശേഷമുള്ളതാണ് പല ഗ്രൂപ്പുകളായി വ്യത്യസ്ത അഭിപ്രായങ്ങളായി തരംതിരിഞ്ഞവർ. എല്ലാവരും സഹാബാക്കളിലേക്ക് മടങ്ങിയാൽ, എല്ലാവരും ഓതുന്ന ആയത്തിന് സഹാബാക്കൾ വെച്ച് അർത്ഥം വെച്ചാൽ, ഹദീസുകൾ ഓതുമ്പോൾ അതിൻ്റെ താല്പര്യം സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ ഈ ഉമ്മത്ത് ഭിന്നിക്കൂല. ഊസികും ബി അസ്ഹാബി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നിങ്ങൾ എൻ്റെ സഹാബാക്കളെ മുറുകെ പിടിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ സുമ്മ യഫ്ശുൽ കദിബ്,